ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ നല്ലൊരു കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ. ഇതാ കൂന്തൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ക്ലീനാക്കി വരാം. കുറച്ച് ചെറിയ കൂന്തളാണ് കിട്ടിയത് കേട്ടോ. ഇത് നന്നായി ക്ലീനാക്കി വരട്ടെ. ഇനി കൂന്തളെല്ലാം നന്നായി ക്ലീൻ ചെയ്ത് ഇനി ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് നന്നായി കഴുകി കേട്ടോ. നന്നായി വൃത്തിയായി കൈകൊണ്ട് കഴുകിയെടുക്കാം. ഈ വേസ്റ്റ് നമുക്ക് 2 വളർത്തു കോഴികളുണ്ട്. കോഴികൾക്കും പൂച്ചക്കൊക്കെ കൊടുത്ത് നോക്കാം, പൂച്ച കഴിക്കുന്നുണ്ടോയെന്ന്. ഒരുപാട് വേസ്റ്റാണ് കൂടുതലുള്ളത്. ബാ 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 എന്താ വേണ്ടേ? കഴിക്കാൻ മടി കാണിക്കണ്ടല്ലോ. അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതുക്കെ വന്നിങ്ങനെ കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കഴിക്കട്ടെ. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായി കുഴച്ച് വെക്കുക. ചെറുനാരങ്ങ കഴിഞ്ഞ കാരണം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി കുറച്ച് ഒഴിച്ചാൽ മതി. കൈക്കൊണ്ട് നന്നായി തിരുമ്മി വെക്കുക. അപ്പം എല്ലാത്തിനും ഹെൽപ്പറായി നിൽക്കണ എൻ്റെ കൂടെ എൻ്റെ ഇക്കാക്കയാണ് കേട്ടോ. അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങൾ: വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, പെരുജീരകം. നന്നായി കല്ലിൽ കുത്തി പൊടിക്കണം കേട്ടോ. കല്ലിൽ കുത്തി ചതച്ച് വെച്ച കൂന്തൽ ഫ്രൈക്ക് പ്രത്യേക ഒരു ടേസ്റ്റാവും. അപ്പം ഇവെല്ലാം ഈ കല്ലിലാട്ടോ പൊടിച്ചെടുക്കണേ. അപ്പം നന്നായി പൊടിച്ചിട്ടോ. ഒരു കൈക്കൊണ്ട് ക്യാമറ പിടിച്ച് ഒരു കൈക്കൊണ്ട് പൊടിക്കണ കാണിക്കാൻ പറ്റിയില്ല. അത് കാരണം അത് പൊടിച്ചതിന് ശേഷം കാണിച്ചിട്ടുണ്ട്. നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് എല്ലാം പൊടിച്ചെടുക്കാം. ഇനി ഇഞ്ചി നന്നായി ചതച്ചെടുക്കുക കേട്ടോ. ഈ കല്ലിൽ തന്നെ ചതച്ചെടുക്കണം. കാരണം കല്ലിൽ ചതച്ച് വെച്ച പ്രത്യേക ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മിക്കല്ലിൽ അരച്ചതും ഇങ്ങനെയുള്ള കല്ലിലൊക്കെ ചതച്ച് വെച്ചാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാവും. നമ്മൾ ഫ്രൈ ചെയ്താലും കറി വെച്ചാലൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതാണ് ഈ കല്ലിൽ ചതച്ചെടുക്കാൻ കരുതിയത്. അപ്പോൾ ചതച്ചതിന് ശേഷം കാണാം. പച്ചമുളക് കല്ലിൽ ചതക്കുന്നവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. കണ്ണൊക്കൊന്നും തെറിക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ മിക്സി ഉണ്ടല്ലോ, അതെടുത്തോളൂ. ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കല്ലിലൊക്കെ വെച്ച് ചതച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഒന്നും കൂടി ടേസ്റ്റ് കൂടട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിൽ ചതച്ചാലും മതി. ഇപ്പം നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. പച്ചമുളക് കൂടെ വേപ്പിൻ്റെ ഇലയുണ്ട്. ഇത്ര പൊടിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പം അതിലേക്ക് വേണ്ട ഒരു 2 വലിയ ഉള്ളി, ഒരു 4 ചെറിയ കുഞ്ഞ് തക്കാളിയാണ് കേട്ടോ. നാടൻ തക്കാളിയാണ് കിട്ടിയത്. ഇത് മിക്സിയിൽ അരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇഞ്ചി, വെള്ളുള്ളി എല്ലാം കല്ലിൽ ചതച്ചെടുത്തു. ഇവ മാത്രം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യാൻ എടുക്കണത് കേട്ടോ.
തക്കാളി നന്നായി പേസ്റ്റ് ചെയ്ത് അരച്ചിട്ടുണ്ട്. തക്കാളി വലിയുള്ളി നന്നായി അരച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാൻ വരൂ. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. ഉലുവ ഇടല്ലേ? ഉലുവ ഇട്ടു. ഇനി ഉലുവ നന്നായി പൊട്ടി വരട്ടെ. ഇഞ്ചി വെള്ളുള്ളി ചേർക്കും. പച്ചമുളക് പൊടിയായി അരിഞ്ഞു ചതച്ചത്. നന്നായി വഴറ്റുക. വേപ്പിൻ്റെ ഇല ഇട്ട് പേസ്റ്റ് ആക്കിയ ഉള്ളി ചേർക്കുകയാണ്. ഇനി എന്തൊക്കെ പൊടിയാണ് ചേർക്കണേ? മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി അല്ലേ? ഒരു സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി എത്രയാണ്? അര സ്പൂണ് മല്ലിപ്പൊടി. നന്നായി ഇളക്കല്ലേ? ഈ തക്കാളി പേസ്റ്റ് ആക്കിയത് ഒഴിച്ച് കൊടുക്കുക. മഞ്ഞളും ഉപ്പും ചേർത്ത് വെച്ച കൂന്തൾ ഇതിലേക്ക് ചേർക്കുക. ഉപ്പിടണ്ടേ? ഉപ്പും ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മൂടി വെച്ച് വേവിക്കുക. ചെറിയ സിമ്മാക്കിയിട്ട് വേവിച്ചെടുക്കുക. ഇനി വലിയ ജീരകം പൊടിച്ച പൊടി ചേർക്കുക. ഇന്നെന്താണ് കുരുമുളക് പൊടി വേണമല്ലോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി മിക്സാക്കി ലാസ്റ്റ്
കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വേപ്പിൻ്റെ ഇല അപ്പം നമ്മൾ കൂന്തൽ വിരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഇനിയും വേറൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.